നമസ്കാരം. ശനിയാഴ്ചയാണ് മധ്യവർഗത്തെ പരിഗണിച്ചുകൊണ്ട് എല്ലാ തലത്തിലും സ്പർശിക്കുന്ന ജനപ്രിയ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കർഷകരെ മറക്കാതെ അവരെ ചേർത്ത് നിർത്തിയപ്പോഴും ആദായ നികുതി കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെയും ഒപ്പം നിർത്തുകയെന്ന സമീപനമാണ് നിർമ്മല സ്വീകരിച്ചത്. എന്തായാലും AAP ഭരണത്തിൽ ഗതികെട്ടിരിക്കുന്ന ജനത ബഡ്ജറ്റ് പ്രഖ്യാപനത്തോടെ BJPക്കൊപ്പം ആയി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഡ്ജറ്റ് പ്രഖ്യാപനത്തോടെ ഡൽഹി ജനത മാറി ചിന്തിക്കുകയാണ്. ഇനി ഒരു AAP ഭരണം ഡൽഹിയിൽ വേണ്ടെന്നും മോദിയുടെ നല്ല നയങ്ങൾ മതിയെന്നുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനം. 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം ഡൽഹിയിലെ 3.5 ദശലക്ഷം വരുന്ന ശമ്പളക്കാരായ വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കുമെന്നും ഇത് തിരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി മാറിയേക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. ദേശീയ തലത്തിൽ 2023-24 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ള 28.2 ദശലക്ഷം ആളുകളാണ് ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചത്. ശരാശരി വാർഷിക ശമ്പളം 12.05 ലക്ഷം രൂപയുള്ള 5.05 ദശലക്ഷം വ്യക്തികളും റിട്ടേണുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് നിർദ്ദിഷ്ട നികുതി ആനുകൂല്യങ്ങൾ രാജ്യത്തുടനീളമുള്ള 33 ദശലക്ഷത്തിലധികം ശമ്പളക്കാരായ വോട്ടർമാരെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പുതിയ നിർദ്ദേശം ഡൽഹിയിലെ 18 മുതൽ 25 വയസ്സ് പ്രായമുള്ള 1.7 ദശലക്ഷം വോട്ടർമാരെയും 25 മുതൽ 35 വയസ്സ് പ്രായമുള്ള 4 ദശലക്ഷം വോട്ടർമാരെയുമാണ് സ്വാധീനിക്കുക. ഇവർ രണ്ടും ചേരുമ്പോൾ ഡൽഹിയിലെ 15.5 ദശലക്ഷം വോട്ടർമാരുടെ 1/3 വരും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി മിക്കവാറും എല്ലാ സീറ്റുകളും നേടി നഗരപ്രദേശങ്ങളിലാണ് ഈ വോട്ടർമാർ താമസിക്കുന്നത്. ഡൽഹി പോലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലാണ് സർക്കാർ ജീവനക്കാരുടെ സാന്ദ്രത കൂടുതലുള്ളത്. മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ, BJPയുടെ പർവേഷ് വർമ്മ, കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് എന്നിവർ തമ്മിലാണ് മത്സരം. കൽക്കാജി മണ്ഡലത്തിലും ശമ്പളക്കാരായ വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലീന, BJPയുടെ രമേശ് ബിദുരി, കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബ എന്നിവർ തമ്മിലാണ് ഇവിടത്തെ മത്സരം. 10 ലക്ഷം വരെ വരുമാനമുള്ളവർ നികുതി നൽകേണ്ടതില്ല എന്ന പ്രഖ്യാപനമുണ്ടാകുമായിരുന്നെന്ന് ഏവരും കരുതിയത്. എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം മുകളിലാക്കിക്കൊണ്ടായിരുന്നു 12 ലക്ഷം എന്നതിലേക്ക് എത്തുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.